ഹായ്, ഞാൻ അനഘ ജയൻ. ഋതു ഹെയർ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ബ്രാൻഡിന്റെ പിന്നിലുള്ള സംരംഭകയാണ്. ഋതു ഹെയർ ആൻഡ് സ്കിൻ ഒരു ഹെർബൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ബ്രാൻഡാണ്. എന്റെ മുത്തശ്ശി സാവിത്രി, മുത്തശ്ശിയുടെ ഒരു റെസിപ്പി വെച്ചിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാച്ചിയ വെളിച്ചെണ്ണയെന്നായിരുന്നു ഈ ബ്രാൻഡിന്റെ തുടക്കം. ഇപ്പൊ ഒരു 20ഓളം പ്രോഡക്ട്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഓൺലൈൻ ഡിജിറ്റൽ സ്റ്റോർ നമുക്കുണ്ട്. അതിന്റെ ഒരു കഥ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ഈ പ്രദേശത്തു നിന്നുള്ള ആളെ ആയിരുന്നില്ല, ഒരു സംരംഭകയാവുന്ന ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല ഞാനൊരു മാധ്യമപ്രവർത്തകയാണ്. മാധ്യമപ്രവർത്തനത്തിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. എന്റെ PhD നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഇടയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഋതു ഹെയർ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന സംരംഭം. ഋതു എന്റെ മകളുടെ പേരാണ്. ഋതുപർണ എന്നാണ് മകളുടെ പേര്. അതിനെ ചുരുക്കിയാണ് ഋതു എന്ന് ബ്രാൻഡിന് പേരിട്ടത്. സീസൺസ്, ഏറ്റവും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പേര് വേണ്ടേ ഒരു ഹെർബൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ബ്രാൻഡിന്. അങ്ങനെയായിരുന്നു ഋതു എന്ന് നമ്മൾ പേര് സെലക്ട് ചെയ്തത്. ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എന്റെ ജേണി ആയിട്ടായിരുന്നു. പക്ഷെ എന്റെ ജേണി എന്ന് പറയുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള കുറച്ചു പേരുടെ ജീവിതം കൂടി വളരെ കാര്യമായിട്ട് ബാധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റമായിരുന്നു. അതായത് ഞാൻ എന്റെ ആഗ്രഹിച്ച് കൊണ്ടുവന്ന ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു കരിയർ ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ശരിക്കും എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അവരുടെ കൂടി ഒരു വലിയ എഫേർട്ടിന്റെ ഫലമാണ് ശരിക്കും ഇപ്പൊ ഈ കാണുന്ന ഋതു ഹെയർ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന ബ്രാൻഡും പർണ എസെൻഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അതില് പറയുമ്പോ എനിക്ക് എടുത്തു പറയേണ്ട 3 പ്രധാനപ്പെട്ട ആൾക്കാർ എന്റെ ഹസ്ബൻഡ് ശ്രീജിത്തും അതുപോലെ എന്റെ അച്ഛനും അമ്മയുമാണ്. അപ്പൊ ഞാൻ ഈ കമ്പനി ഫോം ചെയ്ത സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചായിരുന്നു, ഇത് കമ്പനി ഫോം ചെയ്യുമ്പോൾ എങ്ങനെ ഡയറക്ടേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അതിൽ യാതൊരു മടിയും കൂടാതെ മുന്നോട്ട് വന്ന എന്റെ അച്ഛനും അമ്മയുമാണ് ഡയറക്ടേഴ്സ് ആയിട്ട് കമ്പനി ഫോം ചെയ്തത്. അപ്പൊ എനിക്കതൊരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്റെ അച്ഛനെയും അമ്മയും ഡയറക്ടേഴ്സ് ആക്കി എന്നുള്ളത് ഒരു ഭയങ്കര ഒരു സന്തോഷം നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒപ്പം എടുത്തു പറയേണ്ട ആള് എന്റെ ഹസ്ബൻഡാണ്. ഞാൻ പണ്ട് ഒരു 2-3 വർഷം മുമ്പേ ഫേസ്ബുക്കിൽ ഒരു മീം കണ്ടപ്പോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഈ ചെയ്യുന്ന ഒരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും അച്ഛനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഒരു കാർട്ടൂണിൽ, ഒരു മീമില്. അപ്പൊ അമ്മ പറയാണ്, നോക്കൂ, നിന്റെ അമ്മ ഒരു കമ്പനിയുടെ മാനേജറാണ്. ഈ ജോലി നിർത്തിയിട്ട് നാളെ വേം ഫാമിങ് തുടങ്ങുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ അയാളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. ഞാൻ വെറുതെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്റെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 3-3.5 വർഷം കൊണ്ട് എഡിറ്റോറിയൽ ലാഡർ കയറി സീനിയർ പ്രൊഡ്യൂസർ ആയിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ കരിയർ അങ്ങനെ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ഓൺടർപ്രണർ ആവാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എനർജിയിൽ കൂടെ നിന്ന ആള് എന്റെ ഹസ്ബൻഡാണ്. ശ്രീജിത്ത് എന്നാണ് പേര്, നമ്മളൊക്കെ ശ്രീകുട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. ഇൻഫോ പാർക്കിലെ ഒരു UK ബേസ്ഡ് അക്കൗണ്ടിങ് കമ്പനിയിലെ സീനിയർ ഫിനാൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹവും വീക്കെൻഡ്സിലെല്ലാം ഋതുവിന്റെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയി. ഒരുപക്ഷെ എന്നെക്കാളും എന്തൂസിയാസം. പല സമയത്തും അറിയാലോ, ഒരു ബിസിനസ് ആവുന്ന സമയത്ത് ചില സമയത്ത് ചിലപ്പോൾ സെറ്റ് ബാക്സ് ഉണ്ടാവും, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. ആ സമയത്തെല്ലാം എന്നെക്കാളും ഭയങ്കര എനർജറ്റിക് ആയിട്ട് എനിക്ക് വരെ മോട്ടിവേഷൻ തന്ന് കൂടെ നിൽക്കുന്ന, കട്ട സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രീകുട്ടൻ. ഇവിടെ എന്റെ മുത്തശ്ശി ഒരു വെളിച്ചെണ്ണ കാച്ചിരുന്നു. ഞാൻ ഭയങ്കര അലർജിക് ആണ്. എനിക്ക് നല്ല ക്രോണിക് ആയിട്ടുള്ള അലർജിക് റൈനൈറ്റിസ് ഉള്ള ആളാണ്. റൈനൈറ്റിസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്പെക്ട്രം അലർജീസ് ആണ്. പലതിനോടും അലർജിയാണ്. ടെക്സ്റ്റൈൽ ഡസ്റ്റിനോട് അലർജി, അതായത് അലമാരി തുറന്നാൽ തുമ്മി തുടങ്ങും. ഒരു 10-100 തുമ്മലൊക്കെ ഇങ്ങോട്ട് തുമ്പ് ബോധം കിട്ട് വീഴുകയാണ്. അതുപോലെ മല്ലി, മുളക്, ഈ സ്പൈസസ് ഉണ്ടല്ലോ, സ്പൈസസ് നമ്മുടെ കുറച്ചടുത്തേക്ക് വന്നാൽ തുമ്മി തുടങ്ങും. ഇങ്ങനെ അതുപോലെ ക്ലൈമറ്റ് വേരിയേഷൻ, പ്രഷർ സോൺ വേരിയേഷൻ, വെതർ വേരിയേഷൻ, ഇങ്ങനെ പല അലർജികളുടെ ഒരു സ്പെക്ട്രമാണ് റൈനൈറ്റിസിൽ എനിക്ക് കിട്ടിയത്. അപ്പോ അത് കാരണം എനിക്ക് ചെറുപ്പത്തിലെ ഈ കാച്ചി എണ്ണ തേക്കാനോ കുടിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റാറില്ല. ഞാൻ ഷോർട്ട് ഹെയർഡ് ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചിക്കൻ ബോക്സ് വന്നു. ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് മുടി മൊത്തം കൊഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ഷോർട്ട് ഹെയർഡ് ആയി. പിന്നെ ഞാൻ ഷോർട്ട് ഹെയർഡ് തന്നെയായിരുന്നു. ഞാൻ അസിമെട്രിക് ബോബൊക്കെ ചെയ്ത് അങ്ങനെയാണ് നടന്നിരുന്നത്. ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് എല്ലാം ഞാൻ ഷോർട്ട് ഹെയർഡ് ആണ്. അങ്ങനെ എന്നെ കുറെ പേർക്ക് മനസ്സിലാവുമായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വന്നിട്ട്, അപ്പോഴത്തേക്കും എന്റെ ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് മോളുണ്ടായത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് കൂടെ വന്നപ്പോ ഇവിടെ പറയണ്ടല്ലോ, ഗംഭീര ഹെയർ ഫോൾ ആയി. തലയിൽ ഇനി മുടി ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നായി. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ അലർജിയാന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, തലയിൽ ഇത്തിരിയെങ്കിലും മുടി ഉണ്ടാവണ്ടേ. പിന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കഷണ്ടി ഉണ്ട്. അച്ഛനൊക്കെ നല്ല കഷണ്ടിയാണ്. അപ്പൊ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത്, അതായത് ഇവിടുന്ന് ഒരു 10-11 വർഷം മുമ്പേ
അദ്ദേഹത്തിന്റെ നെറ്റിയൊക്കെ കയറി നല്ല രീതിയിൽ കഷണ്ടി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു കൺസേൺ ഇല്ല, അതുകൊണ്ട് ഞാനും ഷോർട്ട് ഹെയർഡ് ആണല്ലോ. അപ്പൊ ഞങ്ങളുടെ പ്രണയത്തിൽ മുടി ഒരു തടസ്സമല്ലായിരുന്നു. എനിക്കും മുടിയില്ല, അദ്ദേഹത്തിനും മുടിയില്ല. പക്ഷെ കുട്ടി ഉണ്ടായപ്പോ മൊട്ടത്തല. അപ്പൊ ഞങ്ങൾക്ക് തോന്നിയോ ഇങ്ങനെ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. കാരണം കോവിഡും കൂടെ വന്ന് ഹെയർ ഫോൾ എല്ലാവർക്കും ഭയങ്കര കൂടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ മുത്തശ്ശിയുടെ ഹെയർ ഓയിലിന്റെ റെസിപ്പി ഒന്ന് റീവർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ എന്റെ മുത്തശ്ശി ഇവിടെ കുറെ കാലമായിട്ട് കാച്ചിരുന്ന ഹെയർ ഓയിലിലേക്ക് ഞാൻ കുറച്ച് അഡീഷണൽ ഇൻഗ്രീഡിയൻസ്, അതായത് അലർജിക്കും കോൾഡിനും ഒക്കെ റെമഡിയൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യായിരുന്നു. ഞാൻ ആ റെസിപ്പി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു 10 to 12 days കൊണ്ട് തന്നെ ആൾക്കാർ ഹെയർ ഫോളും ഡാൻഡ്രഫ് ഒക്കെ മാറി എന്ന് മുത്തശ്ശിയോട് പറയാറുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എണ്ണ കാച്ചി ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോവാറുണ്ട്. വെറുതെ മുത്തശ്ശി അത് സന്തോഷം കാരണം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ മുത്തശ്ശി കൺമഷി ഉണ്ടാക്കാറുണ്ട് ഇവിടെ. മുത്തശ്ശിക്ക് ഇങ്ങനെ കുറച്ച് സൗന്ദര്യ സംരക്ഷണ ഇതുകളുണ്ട്, കുറച്ച് റെസിപ്പീസ് ഉണ്ട്. മുത്തശ്ശിക്ക് ഇപ്പൊ 87 വയസ്സായി, ഇപ്പോഴും മുട്ടറ്റം എന്ന് പറഞ്ഞ പോലെ മുടിയുണ്ട് മുത്തശ്ശിക്ക്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റെസിപ്പി ആണത് ഓൾറെഡി. കാരണം ഒരു 10 to 12 days കൊണ്ട് ഡാൻഡ്രഫും ഹെയർ ഫോളും ഡിസപ്പിയർ ആവുന്നു എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടല്ലോ. അപ്പൊ അതിലേക്ക് നമ്മൾ അലർജിയുടെയും കോൾഡിന്റെയും റെമഡിയൽ ആയിട്ടുള്ള ഹെർബ്സ് ചേർത്തിട്ട് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ഉദ്യമം. ആദ്യത്തെ ശ്രമം വളരെ ഫ്ലോപ്പ് ആയിരുന്നു. അത് എണ്ണ കാച്ചാൻ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാച്ചു നോക്കിയപ്പോ അത് തീരെ ശരിയായില്ല. കുറച്ചിങ്ങനെ ഭയങ്കര ജെല്ലി ആയിട്ടുള്ള ഒരു സാധനമായിട്ടിരുന്നു. പക്ഷെ ഞാനത് വേസ്റ്റ് ആക്കിയില്ല, എന്റെ ഭർത്താവിന്റെ തലയിൽ മുഴുവനായിട്ട് തേക്കിയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ കാച്ചിയ സമയത്ത് അതൊരു ഹെയർ ഓയിലിന്റെ ഫോമിലേക്കൊക്കെ വന്നു. ഒരു പച്ച കളർ ഒരു ഹെയർ ഓയിലിന്റെ ഫോമിലേക്ക് വന്നു. ഇത് ഇപ്പോഴൊന്നുമല്ല, കുറച്ച് വർഷം മുമ്പാണ്. അങ്ങനെ ഞാൻ ആ ബോട്ടിലും കൊണ്ട് ഞാൻ എന്റെ ഇല്ലത്തേക്ക് വന്നപ്പോ മുത്തശ്ശി പറയായിരുന്നു, ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യുക. എല്ലാ ചേരുവകളും അതിന്റെ ചേർക്കേണ്ട സമയത്ത് ചേർക്കണം. അതുപോലെ പാത്രഭാഗത്തിന് ചേർക്കേണ്ടത് അവസാനം ചേർക്കണം. ഇത് ഓരോന്ന് ചേർക്കാൻ ചിലത് കഷായാക്കി ചേർക്കേണ്ടതുണ്ട്, ചിലത് ഉണക്കിയിട്ട് ചേർക്കേണ്ടതുണ്ട്, ചിലക്ക് പച്ച നീര് പിഴിഞ്ഞ് ചേർക്കേണ്ട ചേരുവകളുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ പാകം നോക്കി ശരിക്ക് ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുത്തശ്ശിയെ കൊണ്ട് ഇത് ഉണ്ടാക്കിച്ചുകൂടെ അപ്പൊ ഇത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഓവർനൈറ്റ് പ്രോസസ് ആണ്. അതായത് ഇന്ന് ഉണ്ടാക്കി വെച്ച് ഓവർനൈറ്റ് സ്ലോ ഹീറ്റിംഗ് മെത്തേഡ് വഴി ഒരു ഇൻഫ്യൂഷൻ ടെക്നിക്കിൽ എടുത്ത് നാളെ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. എന്നാലും എനിക്ക് അതൊരു തൃപ്തിയായില്ല. കാരണം ഞാനൊരു റിസർച്ച് സ്കോളറാണ്, എനിക്ക് സയന്റിഫിക് ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഇത് ഇത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടൊരു സംഭവം വന്നു എന്ന് വെച്ചാലും കുറച്ച് സയന്റിഫിക് ആയിട്ട് വേണ്ടി വെച്ചിട്ട് ഞാൻ ഇത് കൊണ്ടുപോയി എന്റെ ഒരു ഫ്രണ്ടിന്റെ കോസ്മെറ്റിക് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് അലർജൻ ടെസ്റ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്തു. 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. അതൊക്കെ ചെയ്ത് അവർക്കത് കുഴപ്പമില്ലാതെയായി. അവരത് ലബോറട്ടറി ടെസ്റ്റ് ചെയ്ത് ഒരു റെസിപ്പി ഫിക്സ് ചെയ്ത് തന്നു. ഇതിലെ കോമ്പണൻസിന്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൃത്യമായി നോക്കിയിട്ട് ഒരു ശാസ്ത്രീയ അടിത്തറയോട് കൂടിയുള്ള ഒരു റെസിപ്പി ആക്കിയിട്ട് അത് ലോക്ക് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും ഋതു ഹെയർ കെയർ ഓയിലിന്റെ തുടക്കം. ഒരിക്കലും തുടക്കത്തിൽ ഇതൊരു വലിയ സംരംഭമാവുമോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ ഹെയർ ഫോൾ കൺട്രോളായി, എനിക്ക് മുടി വലുതായി എന്നുള്ളതായിരുന്നു ആദ്യത്തെ റിസൾട്ട്. അന്ന് കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ നടക്കുന്ന സമയമായതുകൊണ്ട് ആരും അത് തിരിച്ചറിഞ്ഞില്ല. കുറെ നാളായിട്ട് നമ്മളെ ആരും കാണുന്നില്ലല്ലോ, നമ്മളെല്ലാവരും അകത്തിരിക്കുകയല്ലേ. ഹസ്ബൻഡിന്റെ ഹെയർ ഫോൾ നല്ല പോലെ കുറഞ്ഞു. അപ്പൊ കഷണ്ടി ആണെന്ന് വിചാരിച്ചിരുന്ന ചില പാച്ചസിലൊക്കെ അത്യാവശ്യം മുടിയൊക്കെ വന്ന് കുറച്ച് പുറത്തേക്ക് കാണുമ്പോൾ അത്യാവശ്യം ആ മുടി ഉണ്ടല്ലോ എന്ന് നോക്കാനൊക്കെ തുടങ്ങി. പക്ഷെ കഷണ്ടി ആയിരുന്ന സ്ഥലത്തൊക്കെ കഷണ്ടി തന്നെയാണ് കേട്ടോ. കഷണ്ടിയിൽ മുടി വളർത്താനൊന്നും ഇന്ന് വരെ ഒരു ടെക്നോളജിക്കും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും അല്ലാതെ സാധിച്ചിട്ടില്ല. ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രതിവിധിയൊന്നും അതിനില്ല. അപ്പൊ അങ്ങനെ വന്നു. കുട്ടിക്ക് നല്ല രീതിയിൽ ഹെയർ ലൈൻ ഒക്കെ ഇറങ്ങി നല്ല തിക്കായിട്ടുള്ള മുടി വന്നു മോൾക്ക്. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകുന്നത് പാലക്കാട്ടേക്ക്. അതിനുവേണ്ടി ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ അത്ര നാള് വാട്സാപ്പിലൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ. മീറ്റ് ചെയ്തപ്പോ ആദ്യം തന്നെ ഇവര് പറഞ്ഞത് നിങ്ങൾക്കും ഇങ്ങനെയാ ഇത്രയും മുടി വന്നേന്നായിരുന്നു. അത് പറഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റോസ്മേരി, അവളുടെ ഹസ്ബൻഡ് ആൽഫി. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അവരാകെ അന്തപ്പെട്ടെടുത്തത് എന്താ നിനക്കൊക്കെ ഇത്ര മുടി, ഇത് ഇത്രയും മുടി ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്ക്, ഈ കൊച്ചിന്റെ ഫോട്ടോയിലൊന്നും ഇത്രയും മുടി ഉണ്ടാവാറില്ലല്ലോ, ഇത് എന്താ ഇത്രയും മുടി നിങ്ങൾക്ക് എന്ന് ചോദിച്ചേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് കുറച്ച് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞു കൊടുത്തു. ഒരു പ്രാവശ്യം റോസ്മേരി ഉണ്ടാക്കി. എന്നിട്ട് അവള് പറഞ്ഞത് എന്നെ കൊണ്ട് നടക്കണ കാര്യമല്ല, ഇത് ഭയങ്കര വലിയൊരു പ്രോസസ് ആണ്, ഇതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം, നീ ഒരു കാര്യം ചെയ്യും, ഇത് എന്താ ചെലവാവണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തരാൻ, നീ അത് ഉണ്ടാക്കിയതാ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമൊന്നും അങ്ങനെ ഫ്രണ്ട്സിന് വെറുതെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാർ കൂടി 15 പേരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അവരുടെ ഫ്രണ്ട്സ്, കസിൻസ്, ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സ്. അപ്പോ ഞാൻ ആദ്യത്തെ 15 പേർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ ഇവിടെ പറമ്പിന്ന് തന്നെ എല്ലാ ഹെർബ്സ്, ഒരു 18 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എല്ലാ ഹെർബ്സും ഞാൻ തന്നെ പോയി സോഴ്സ് ചെയ്ത് ഈ പല പാകത്തിലൊക്കെ ചേർത്ത്. അപ്പൊ ഇത് ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര രസമായി. അന്ന് ഇവിടെ നമ്മുടെ പറമ്പിന്ന് തന്നെ തേങ്ങ ആട്ടിക്കണ മില്ലിൽ കൊണ്ടുപോയി ആട്ടിച്ച് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയത്.
അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോ ഉരുളിയിൽ ആദ്യമായിട്ട് ഞാൻ പാകം ചെയ്യാണ്. നമ്മുടെ ജനറേഷനിലൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനിതൊരു റീല് ഷൂട്ട് ചെയ്ത്, ഞാൻ എന്ത് കുക്കിംഗ് ചെയ്താലും ഞാൻ റീല് ഷൂട്ട് ചെയ്തിടാറുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു റീല് ഷൂട്ട് ചെയ്തത് പോസ്റ്റ് ചെയ്യായിരുന്നു. ആ റീലിൽ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനി, ഇപ്പൊ കാണുന്ന പർണ എസെൻഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റാർട്ടിങ്. ഈ റീല് കണ്ട് അതിന്റെ താഴെ റോസ്മേരിയും ആൽഫിനും വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര റിസൾട്ട്സ് ആണ് ഇവളുടെ ഹെയർ ഓയിൽ, ഞങ്ങൾക്ക് ഒരു 10 to 12 days കൊണ്ട്, ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയുടെ ഉള്ളിൽ ഡാൻഡ്രഫ് മാറി, ഹെയർ ഫോള് നല്ലോണം കുറഞ്ഞു, കോവിഡ് വന്ന് ഞങ്ങൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല റിസൾട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പേര്, ഒരു 30 പേര് എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യായിരുന്നു. അപ്പൊ ആദ്യം ഈ കൊടുത്ത 15 പേര് അന്ന് MRP ഒന്നും തീരുമാനിച്ചിട്ടില്ല, എനിക്ക് കുറച്ച് പൈസ തന്നു ഇത് വാങ്ങിയപ്പോ. ആ 15 പേര് തന്ന പൈസ കൊണ്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിച്ച് മില്ലിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അടുത്ത 30 പേരുടെ ബാച്ച് ഉണ്ടാക്കി. അതും ഞാനിതുപോലെ റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടു. ആരും വിചാരിക്കാതെ ഞാനൊരു കാര്യം ചെയ്യല്ലേ, അങ്ങനെ റീല് ഷൂട്ട് ചെയ്തിട്ടു. പിന്നത്തെ ആഴ്ച വന്നത് 100 പേരുടെ ഓർഡർ ആയിരുന്നു. നമ്മളൊന്ന് പേടിച്ചു, അയ്യോ 100 പേർക്ക് 100 ബോട്ടിൽ ഓയിലൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനല്ലേ. അത് കഴിഞ്ഞ് പിന്നെ 3 ആഴ്ച അടുപ്പിച്ച് 100 ബോട്ടിലിനായിരുന്നു ഓർഡർ വന്നുകൊണ്ടിരുന്നത്. 100 പേരാണ് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അച്ഛനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ആയി, വില്ലേജ് ഓഫീസറായിരുന്നു. അച്ഛൻ ആകെ പ്രശ്നമാക്കി. അച്ഛൻ പറഞ്ഞു, ഒരു സംരംഭം തുടങ്ങി ചെയ്യുകയാണെങ്കിൽ അതിന്റെ വൃത്തിക്ക് ചെയ്യണം, അല്ലാതെ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിച്ച് കൃത്യമായിട്ട് ചെയ്യണം, അല്ലാതെ വെറുതെ ഇങ്ങനെ തോന്നിയ പോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ നിർബന്ധം പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം MSME മൈക്രോ മിനി എന്റർപ്രൈസുകളുടെ ലൈസൻസ് എടുക്കുകയായിരുന്നു. MSME വെച്ചിട്ടാണ് ആദ്യത്തെ കുറച്ച് മാസം വർക്ക് ചെയ്തത്. ഇതിന്റെ റിസൾട്ട്സ് തുടങ്ങിയിട്ട് ഇത് ഉപയോഗിച്ച ആൾക്കാർ അതിന്റെ റിസൾട്ട്സ് പറഞ്ഞ് പിന്നത്തെ അവരതിനെ കുറിച്ച് പോസ്റ്റ് ചെയ്ത് അങ്ങനെ യൂസേഴ്സ് കൂടി ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തു. എന്നിട്ട് എന്നോട് അതിന്റെ അഡ്മിൻ ആവാൻ പറഞ്ഞു. അതാണ് ഋതു ഹെയർ ആൻഡ് സ്കിൻ ഫാമിലി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ്. ഇപ്പോ 3300ഓളം പേരുള്ള വലിയൊരു ഗ്രൂപ്പാണത്. അപ്പൊ അത് ഭയങ്കര ഒരു ഫാമിലി ബോണ്ടിങ് ഉള്ള ഗ്രൂപ്പ്. അത് ശരിക്കും ഡയസ്പോറ പോലെ ഉപയോഗിച്ച കുറച്ച് പേര് റിസൾട്ട്സ് പറയുന്നു, അവരുടെ അടുപ്പമുള്ള കുറച്ച് പേര് അതിലേക്ക് ആഡ് ചെയ്യുന്നു, അവരിത് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് പറയുന്നു, അവരുടെ കുറച്ച് പേര് ആഡ് ചെയ്യുന്നു, അങ്ങനെ ബിൽഡായി പോയ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ശരിക്കും ഫാമിലി പോലെയാ. നമ്മൾ കുറെ പ്രോഡക്റ്റ് ഓറിയന്റഡ് ഗ്രൂപ്പ്സ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കാണാറുണ്ട്, സെയിൽ ഗ്രൂപ്പ്സ് കാണാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു സ്വഭാവം അല്ല ശരിക്കും. അതൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ഉള്ളവരെല്ലാവരും ഭയങ്കര ഫ്രീ ആണ്. അവർ ഫാമിലി വിശേഷങ്ങൾ പറയും, അവരുടെ ഓരോ ആഴ്ചത്തെയും ഉപയോഗത്തിന്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റുട്ടീൻ പറയും, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ ഡെവലപ്മെന്റ്സ് പറയും. എന്തിനു പറയണു, അതിൽ 2 പേര് വിവാഹം കഴിച്ചു കഴിഞ്ഞ ജാനുവരിയിൽ. അത്രയ്ക്ക് ഒരു ഫാമിലി ബോണ്ടിങ് ഉള്ള ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഋതു ഹെയർ ആൻഡ് സ്കിൻ ഫാമിലി വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി, ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോർ ബേസ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ പിന്നീടുള്ള ഓരോ പ്രോഡക്ട്സും ഉണ്ടായി വന്നിട്ടുള്ളത്. അതായത് കസ്റ്റമർ ഡ്രിവൺ ആയിട്ടാണ് നമ്മൾ പിന്നെയുള്ള പ്രോഡക്ട്സ് ചെയ്തത്. അപ്പൊ നമ്മൾ ആദ്യം എല്ലാവരോടും പറയാറ്, നിങ്ങൾ ഏതെങ്കിലും ഹെർബൽ ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിക്കണം. കാരണം ഇത്ര നാച്ചുറൽ ആൻഡ് ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഒരു സിന്തറ്റിക് ഷാമ്പു ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും നാച്ചുറൽ ആൻഡ് ഹെർബൽ ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഉപയോഗിക്കുമെന്ന്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് തന്നെ തുറന്ന് ഉണ്ടാക്കിയാൽ പോരെ, അപ്പൊ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാലോ. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ ചോദിക്കായിരുന്നു, എങ്ങനത്തെ ഷാമ്പു ആണ് നിങ്ങൾക്ക് വേണ്ടത്? അതിന് വന്നിട്ടുള്ള ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. സൾഫേറ്റ്സ് പാടില്ല, പാരബൻസ് പാടില്ല, ആൽഡിഹൈഡ്സ് പാടില്ല, അനിമൽ ഫാറ്റ്സ് പാടില്ല, സിന്തറ്റിക് കളർ പാടില്ല, സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഏജൻസ് പാടില്ല, ഈഥൈൽ ആൽക്കഹോൾ പാടില്ല, സോഡിയം ക്ലോറൈഡ് പാടില്ല. ഇങ്ങനെ പാടില്ലകളുടെ ഒരു ലിസ്റ്റ് മുഴുവൻ പോയിട്ട് പച്ചവെള്ളം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കണം. അപ്പൊ ഇതൊരു ചലഞ്ചാണ്. അങ്ങനെ ഒരു ഷാമ്പു നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളതാണല്ലോ. കാരണം ഞാൻ മലയാള മനോരമയില് വെൽനെസ് കോളം ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളാണ്, മനോരമ ഓൺലൈൻ്റെ. അപ്പൊ എനിക്കറിയാം ഇതിന്റെ ഉള്ളിൽ വരുന്ന എന്തൊക്കെ തരം ബ്രാൻഡ്സ്, അവരുടെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോ എനിക്ക് തോന്നി, ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു വളരെ പ്യുവർ ഫോമിലുള്ള ഒരു ഹെർബൽ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര എന്നെ പോലെ കുറെ പേർക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ ഞാൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഒരു ഫാർമസിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ആയിരുന്നു ആ കോസ്മെറ്റിക് ലബോറട്ടറി ഉണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹത്തോട് പറഞ്ഞ് അവിടെ പോയി കുത്തിരുന്ന് ഇങ്ങനെ ഒരു ഷാമ്പു ഫോർമുലേറ്റ് ചെയ്യായിരുന്നു. അതാണ് നമ്മുടെ ഋതുവിന്റെ ഹെർബൽ ഷാമ്പു. അത് ശിക്കക്കായും ചീവയ്ക്കാപ്പൊടി, പണ്ട് നമ്മൾ തേച്ച് കുളിക്കാറുള്ള ചീവയ്ക്കാപ്പൊടി ഉണ്ടല്ലോ, ചീവയ്ക്കാപ്പൊടിയും പിന്നെ അർണിക്കയും വെച്ചിട്ട്, അർണിക്ക ഒരു ഹോമിയോപ്പതിക് മെഡിസിനൽ ഹെർബാണ്, ഡാൻഡ്രഫ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ, സ്കിൻ ഇഷ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെർബ്. അപ്പോൾ ശരിക്ക് ഈ ഹെയർ ഫോളും ഡാൻഡ്രഫും കൺട്രോൾ ചെയ്യാനുള്ള ബെനിഫിറ്റ്സിന്റെ ഒപ്പം ഇത്തരം യാതൊരു സിന്തറ്റിക് കെമിക്കൽസും ഇല്ലാതെ ഒരു ഷാമ്പു ലോഞ്ച് ചെയ്യായിരുന്നു. അത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു ആ ഷാമ്പു.
എല്ലാവരും അവർക്കും അതൊരു ബിലോങ്ങിങ്നെസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവരുടെ ഫോർമുലേഷൻ എന്ന് പറഞ്ഞ പോലെ അവർ പറഞ്ഞ അതേ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് നമ്മുടെ ഹെർബൽ ഷാംപൂ വന്നത്, ഷിക്കക്കായ ആൻഡ് അർണിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഷാംപൂ വന്നത്. അത് കഴിഞ്ഞ് അടുത്ത പ്രോഡക്റ്റ്, പിന്നെ ഞാൻ അങ്ങനെ പ്രോഡക്റ്റുകൾ കൂടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു കോൺസെപ്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു വിഷൻ. ഋതു ഹെയർ ആൻഡ് സ്കിന്നിന് ഇപ്പൊ 20ഓളം പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അന്ന് 100 പേർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ പേടിച്ചു നിന്ന് ആ ഒരു സമയത്ത് നിന്ന് ഒറ്റ പ്രൊഡക്ഷൻ 150 കിലോയുടെ മുകളിലായിട്ട് എത്തി നിൽക്കുകയാണ് ഹെയർ ഓയിൽ മാത്രം. ഇതാണ് നമ്മുടെ ഋതു ഹെയർ ആൻഡ് സ്കിന്നിന്റെ ഋതു ഹെയർ കെയർ ഓയിൽ. ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രാൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. നമ്മുടെ ആദ്യത്തെ ഇങ്ങനെയല്ലായിരുന്നു അപ്പിയറൻസ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റേഷൻ. ആമസോണിൽ ലിസ്റ്റഡ് ആണ്. ഇത് നമ്മുടെ ഡയറക്ഷൻസ് ബ്രോഷർ ആണ്. എപ്പോഴും ഒരു ഹെയർ ഓയിൽ വാങ്ങുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഇത് എങ്ങനെയാണ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത്, തുടങ്ങിയത് നിർത്താൻ പറ്റുമോ, പ്രോഡക്റ്റ് ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതിനെല്ലാം ഉള്ള പോംവഴികൾ ഒരുക്കിയിട്ടുള്ള ഒരു ഡയറക്ഷൻസ് ബ്രോഷർ നമ്മൾ ഇതിന്റെ ഒപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും 10 സ്റ്റെപ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഋതു ഹെയർ കെയർ ഓയിൽ. ഋതു ഹെയർ കെയർ ഓയിലിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു ഹെയർ കെയർ ഓയിൽ അല്ല ഇത്. നമ്മൾ ലബോറട്ടറി ഫോർമുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ വീക്ക്ലി ത്രൈസോ അല്ലെങ്കിൽ ഒന്നരാടോ ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട്സ് ആണ്. പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. സീൽഡ് ബോട്ടിലായിട്ടാണ് വരുന്നത്. എല്ലാം ഓരോ ബോട്ടിലും ലബോറട്ടറി ടെസ്റ്റ് ചെയ്ത് സീൽഡ് കണ്ടെയ്നേഴ്സ് ആയിട്ടാണ് വരുന്നത്. വൺസ് സീൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7-8 മന്ത്സിന്റെ ഉള്ളിൽ ഉപയോഗിച്ച് തീർത്തോളണമെന്നാണ്. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സോ ആന്റി ഓക്സിഡൻസോ അങ്ങനെ യാതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഋതുവിന്റെ ഹെർബൽ ഷാംപൂ. ഇതാണ് നമ്മുടെ പാരബൻസും സൾഫേറ്റ്സും ആൽഡിഹൈഡ്സ് ഒന്നും ഇല്ലാതെ, അനിമൽ ഫാറ്റ്സ് ഇല്ലാതെ, ഇതിലെല്ലാം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഈഥൈൽ ആൽക്കഹോൾ ഇല്ല, സൾഫേറ്റ്സ് ഇല്ല, സോഡിയം ക്ലോറൈഡ് ഇല്ല. എന്തിനു പറയുന്നു, സിന്തറ്റിക് കളർ ഇല്ല, ട്രാൻസ്ലൂസന്റ് ആണ്. അതുപോലെ സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഇല്ല, റോസ് വാട്ടർ എസൻസ് ആണ് ഇത്തിരി വാസനയ്ക്ക് വേണ്ടി ചേർത്തിട്ടില്ല. അത്ര നാച്ചുറൽ ആൻഡ് ഹെർബൽ ആയിട്ട് ചെയ്തിട്ടുള്ള വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് നമ്മുടെ ഋതു ഹെർബൽ ഷാംപൂ. അടുത്ത പ്രോഡക്റ്റ് ഒരു ചെറിയ ചിന്തയെന്ന് ഉണ്ടായ ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും തേച്ച് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സ്ക്രബ് ചെയ്ത് കുളിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും ബാത്റൂമിൽ ഒരു സിന്തറ്റിക് ലൂഫ നമ്മൾ നാളെ ഉപയോഗിക്കാം, വീക്കെൻഡിൽ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിട്ടില്ലേ. നമ്മൾ ഓരോ പ്രാവശ്യം ലൂഫയെ ഷവർ ജെല്ല് എടുത്ത് ഉപയോഗിക്കാൻ പലർക്കും ഭയങ്കര മടിയായിരിക്കും. പിന്നെ ആ ലൂഫ കഴുകി തൂക്കണം, വലിയ ബുദ്ധിമുട്ടാണ്. അതിലും ഭേദം ഇന്നിപ്പോ സോപ്പ് തേച്ച് കുളിക്കാം നമ്മൾ വിചാരിക്കും. ആ ഒരു മടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് ഫിറ്റ് ആയിട്ടാണ് നമ്മുടെ ലുഫ വന്നത്. ലുഫയുടെ പ്രത്യേകത, ലുഫ പീച്ചിങ് ഇൻബിൽറ്റ് ആയിട്ടുള്ള ബാത്ത് കേക്ക്സ് ആണ്. ഇതാണ് ഋതു ലുഫ. ഇത് 100 ഗ്രാംസിന്റെ ഒരു ബാറാണ്. ഇതില് നമ്മുടെ തേച്ച് കുളിക്കുന്ന പീച്ചിങ്ങ നാച്ചുറൽ ആയിട്ടുള്ള ലുഫ അറ്റിക്കാങ്കുല, ലുഫ ഈജിപ്ഷ്യാന എന്ന് പറയുന്ന 2 സ്പീഷീസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ തന്നെ പേരാണ് ഞാൻ ലുഫ എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതൊരു ഭയങ്കര, ഇത് ആദ്യമായിട്ട്, ഇപ്പൊ കുറെ ലൂഫ സോപ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എനിക്ക് തോന്നുന്ന ഒരു 3.5 വർഷം മുമ്പ് ആദ്യമായിട്ട് ഈ സംഭവം മാർക്കറ്റിൽ കൊണ്ടുവന്നത് ഋതു ഹെയർ ആൻഡ് സ്കിൻ ആയിരുന്നു. ഇതിന്റെ പ്രത്യേകത, ഇപ്പോഴും ഉള്ള ലൂഫ സോപ്സിനെ കുറിച്ചെല്ലാം വ്യത്യാസപ്പെട്ട് ഋതുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഹാർഷ് കെമിക്കൽസ് ഇല്ലാതെ, പാരബൻസോ സൾഫേറ്റ്സോ ആൽഡിഹൈഡ്സോ അനിമൽ ഫാറ്റ്സോ ഒന്നും ഇല്ലാതെ, സിന്തറ്റിക് കളറും ഫ്രാഗ്രൻസും ചേർക്കാതെ വളരെ പ്യോർ ആയിട്ടുള്ള ഫോമിൽ. ഇതിനെ സോപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല, ലീഗലി ഇതിനെ സോപ്പ് എന്ന് വിളിക്കരുത്. കാരണം അത്രയ്ക്ക് ക്വാളിഫയിങ് ഹാർഷ് കെമിക്കൽസ് ഇതിലില്ല. അതുകൊണ്ട് ഇതൊരു ബാത്ത് കേക്ക് ആണ് വിത്ത് ആൻ ഇൻബിൽറ്റ് നാച്ചുറൽ സ്ക്രബ്. നിങ്ങൾ ഓരോ പ്രാവശ്യം സോപ്പും പീച്ചിങ്ങും വേറെ വേറെ എടുക്കേണ്ട, അത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മുടെ ലുഫ ഉണ്ട്. ലുഫ നമുക്ക് 4 ഫ്ലേവേഴ്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് അലോവേര ലുഫ ഉണ്ട്, അതുപോലെ ഇത് നാൽപ്പാമരാതിയാണ്, അതുപോലെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ ഓറഞ്ച് പീൽ ഉണ്ട്. എല്ലാം ഫ്രൂട്ടിന് ഫ്രൂട്ട് ഫ്രാഗ്രൻസ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എസെൻഷ്യൽ ഓയിൽ ബ്ലെൻഡ് ആണ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലുഫയാണ്. ലുഫ ഒരു ഭയങ്കര ഒരു ഓളമായിരുന്നു സൃഷ്ടിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് അതിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഭയങ്കര ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ട് ഇപ്പോഴും ലുഫ, അതെ, വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സിലൊന്ന് നമ്മുടെ ലുഫയാണ്. അടുത്തൊരു പ്രോഡക്റ്റ് വന്നപ്പോൾ എല്ലാവരും നമ്മളോട് പറയാറുണ്ട്, ഫേസ് പാക്ക് ചെയ്യണം, ഫേസ് പാക്ക് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ തന്നെ ചെയ്താൽ എന്തൊരു നല്ലതായിരിക്കും എല്ലാവരും പറയാറുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ, നമ്മുടെ ഋതു ഹെയർ ആൻഡ് സ്കിൻ ഫാമിലിയിലുള്ളവർ തന്നെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, കുറെ ഫേസ് പാക്സ് അവൈലബിൾ ആണ്. ആക്നെ, പിമ്പിൾ കൺട്രോൾ ചെയ്യാനുള്ളത്, ടാൻ മാറാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ളത്, ഇങ്ങനെ പല രീതിയിൽ റിസൾട്ട്സ് തരുന്ന ഫേസ് പാക്സ് അവൈലബിൾ ആണ്. നമ്മളൊരു ഫേസ് പാക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത വേണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ റിസൾട്ട്സ് എല്ലാം കൊടുക്കുന്ന ഒരു ഫേസ് പാക്ക് ചെയ്താലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാ എല്ലാ സ്കിൻ ടൈപ്സിന് സൂട്ട് ചെയ്യുന്ന എല്ലാ പർപ്പസിന്
പർപ്പസുകളും സെർവ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് എങ്ങനെയാ ഫോർമുലേറ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു നമ്മുടെ ഋതു മഡ് 3-in-1 ഫേസ് പാക്ക് വന്നത്. ഇതാണ് മഡ് പാക്ക്. മഡ് പാക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ലൈം ജ്യൂസിൽ മിക്സ് ചെയ്താൽ പിമ്പിൾ കൺട്രോൾ ആൻഡ് ഓയിൽ കൺട്രോൾ പാക്കാണ്. അതുപോലെ ഇത് ടൊമാറ്റോ ജ്യൂസിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് സ്കിൻ ബ്രൈറ്റനിങ് തരുന്ന ഒരു പാക്കാണ്. അതുപോലെ ഇത് തൈരിലാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീടാനിങ് എഫക്ട് തരുന്ന നല്ലൊരു സൺ ടാൻ റിമൂവൽ പാക്കാണ്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്താലും ഇതിൽ സ്ക്രബ് എൻഹാൻസ്ഡ് ആണ്. കോഫി ആൻഡ് വെട്ടിവർ രാമച്ചവും കാപ്പിപ്പൊടിയും കൂടിയുള്ള സ്ക്രബാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഇട്ടാലും ഇത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്സും അവരുടെ സ്കിൻ ടൈപ്പിന് സൂട്ട് ചെയ്യുന്ന രീതിയിൽ ഇത് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇവിടെ ആപ്ലിക്കേഷൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് മഡ് പാക്ക്. മഡ് പാക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഈസി സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ പല പർപ്പസുകൾക്ക് വേണ്ടി പല ഫേസ് പാക്കുകൾ വാങ്ങി സ്റ്റോർ ചെയ്യണ്ട, എല്ലാത്തിനും ഒരൊറ്റ മഡ് പാക്ക് മതി. മാത്രമല്ല നമുക്ക് കരുവാളിപ്പൊക്കെ വരുന്ന അനുസരിച്ച് കയ്യിലോ കാലിലോ കഴുത്തിന്റെ ബാക്കിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു പാക്കാണ്. ഇപ്പൊ ഇതിനൊന്നും സമയമില്ല വെച്ചാൽ കുറച്ചെടുത്ത് ലൂക്ക് വാം വാട്ടറിൽ ചാലിച്ചിട്ട് ചുമ്മാ സ്ക്രബ് മാത്രം ചെയ്ത് കഴുകി കളഞ്ഞാലും ഭയങ്കര നല്ല റിസൾട്ട്സ് തരുന്ന ഒരു പാക്കാണ്. അങ്ങനെയാണ് നമ്മുടെ മഡ് പാക്ക് വന്നത്. അടുത്ത മോയ്സ്ചറൈസർ നമ്മുടെ ഹെവി മോയ്സ്ചറൈസർ ആണ്. അതായത് ഡ്രൈ സ്കിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് വെർജിൻ കൊക്കോ ബട്ടർ. നമുക്ക് വെന്ത വെളിച്ചെണ്ണ പ്യുവർ ഫോമിൽ പ്രോഡക്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഋതുവിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് ഹോട്ട് പ്രോസസ് ആയിട്ട് ചെയ്ത. ഇതുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ബട്ടർ ആണിത്. ഇതിന്റെ പ്രത്യേകത ഇത് 100% വെർജിൻ കോക്കനട്ട് ഓയിലും പാഷൻ ഫ്രൂട്ട് ഓയിലും മാംഗോ ബട്ടറും വെച്ച് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാ. ഹെവി മോയ്സ്ചറൈസർ ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ പുറമേക്കൊക്കെ പോകുന്ന ഇപ്പൊ കാനഡ പോലെയുള്ള രാജ്യത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഇവിടുന്ന് നമ്മുടെ അടുത്തുനിന്ന് ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഫ്ലേക്ക് ചെയ്യുക, അതുപോലെ സ്നേക്ക് സ്കിൻ പോലെയൊക്കെ വന്ന് വരണ്ട് പൊട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ കാര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഹെവി മോയ്സ്ചറൈസർ ആണ്, ഡ്രൈ സ്കിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്ത നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചവർ ഇനി വേണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. നമ്മുടെ ഹെയർ കെയറിന്റെ ഒരു ഓയിൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നല്ലൊരു ഫോർമുലേഷൻ സ്കിൻ കെയറിന് വേണം എന്നുള്ളൊരു ആവശ്യത്തിൽ നിന്നാണ് നമ്മൾ ദന്തപാല ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ എലിക്സിർ ഫോർമുലേറ്റ് ചെയ്തത്. ഇത് നമ്മൾ കുറെ ദന്തപാല വെളിച്ചെണ്ണകൾ കാണാറുണ്ട്. അത് വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ദന്തപാല ബേസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ്. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോ സോറിയാസിസ്, എസ്കിമ പോലെയുള്ള സ്കിൻ പ്രോബ്ലംസ് തൊട്ട് ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ റാഷസ്, ഡ്രൈ സ്കിന്ന്, ഇത് എക്സ്ട്രീം ആയിട്ടുള്ള ഡാൻഡ്രഫ് കണ്ടീഷൻസ്, ചിലർക്ക് കുരു വന്ന് തലയിൽ പൊട്ടൽ വന്ന് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഡാൻഡ്രഫ് കണ്ടീഷൻസ്, അതുപോലെ അലോപേഷ്യയുടെ ചില ഫോംസ്, അതുപോലെ കാലിലെ വരവിള്ളല്, സ്കിന്നിന്റെ ഇഷ്യൂസിന് മുഴുവൻ ഉപയോഗിക്കാവുന്ന വളരെയധികം ഫലം തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും ദന്തപാല ബേസ്. അപ്പൊ ഞാനിത് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ദന്തപാല വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പലർക്കും എന്നുള്ളത് ഒരു സ്റ്റഡി ആയിട്ട് തന്നെ നടത്തി. അത് എനിക്ക് അറിയാവുന്ന കുറച്ച് സോറിയാസിസ് പേഷ്യൻസിനോടും അതുപോലെ സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാരോടും തന്നെ ഒരു സർവേ പോലെ നടത്തിയപ്പോൾ അവർ പറഞ്ഞത് പ്യുവർലി ദന്തപാല ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്ട്സ് ചെയ്യുന്ന സമയത്ത് പലർക്കും അത് ദന്തപാല ഇൻടോളറൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ അത് സാധാരണ വെളിച്ചെണ്ണയിൽ നമ്മൾ വീട്ടിൽ തണലത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുന്നു, ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൽ മൈക്രോബിയൽ ആക്ഷൻ കൂടും. അതായത് നമ്മൾ വെറുതെ തണലത്ത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ചെറുതായിട്ട് തുറന്നു വെച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് മോയ്സ്ചറും മൈക്രോബ്സും കൂടിയിട്ട് ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അതുപോലെ ചെറിയ ഇൻടോളറൻസുകൾ വരാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പൊ ദന്തപാല പോലത്തെ ഒരു പ്രോഡക്റ്റ് സ്റ്റെറൈലായിട്ട് ഒരു ലബോറട്ടറി എൻവയൺമെന്റിൽ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഷെൽഫ് ലൈഫും കൂടും, ഭയങ്കര കുറച്ചും കൂടെ റിസൾട്ട് ഓറിയന്റഡ് ആക്കാൻ പറ്റും. അതുപോലെ അതിനെ ഒന്നും കൂടെ നന്നായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആക്കാൻ വേണ്ടിയിട്ട് പോമോഗ്രാനൈറ്റ് ഓയിൽ, വാൾനട്ട് ഓയിൽ, വൈറ്റമിൻ ഇ പോലെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ലബോറട്ടറി ബ്ലെൻഡിങ്ങിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോർമുലേഷൻ ഉണ്ടാവും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ദന്തപാല ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ എലിക്സിർ വന്നത്. അപ്പൊ ദന്തപാല ഓയിൽ എന്ന് പറയുന്നേക്കാളും ഞാൻ ഇതിനെ സ്കിൻ കെയർ എലിക്സിർ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ സാധാരണ വെളിച്ചെണ്ണ പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഹോട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ദന്തപാല ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ എലിക്സിർ ചെയ്യുന്നത്. ലബോറട്ടറി ഫോർമുലേറ്റഡ് ആണ്, ഹാൻഡ് മെയ്ഡ് ഇൻ സ്റ്റെറൈൽ എൻവയൺമെന്റ്, അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ പിക്ചേഴ്സ്. ഇപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആളുകൾ അവരുടെ മാറ്റം നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചിരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു നിറവുണ്ടല്ലോ, അതൊരു ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ദന്തപാലയുടെ റിവ്യൂസ് വരുമ്പോഴാണ്. പിന്നെ അതുപോലെ റിസൾട്ട് തരുന്നത് നമ്മുടെ ഹെയർ കെയർ ഓയിലാണ്.
ഇതിന്റെ രണ്ടിന്റെയും ട്രാൻസ്ഫോർമേഷൻ പിക്ചേഴ്സ് ആണ് നിങ്ങൾ ഋതുവിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പേജസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. അപ്പൊ ഡ്രൈയിങ് ഏജൻസ് ഇല്ലാതെ ഒരു ഫേസ് വാഷ് ചെയ്യാമോ എന്ന് എന്റെ അടുത്ത് നമ്മുടെ ഋതുവിന്റെ യൂസേഴ്സ് തന്നെയായിട്ടുള്ള കുറച്ച് പേര് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഫേസ് വാഷ് വന്നത്. ഫേസ് വാഷിന്റെ പ്രത്യേകത, ഇത് മുരിങ്ങ സീക്രട്ട്, ഋതു മുരിങ്ങ സീക്രട്ട് എന്നാണ് ഇതിന്റെ പേര്. മുരിങ്ങ സീഡ് ഓയിൽ നീമും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഫേസ് വാഷ് ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുമല്ലോ, അതൊരു സിന്തറ്റിക് തിക്കനിങ് ഏജന്റ് ആണ്. നമ്മളത് ഉപയോഗിക്കാതെ ലോഷൻ ആയിട്ടാണ് ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ആൽഡിഹൈഡ്സോ ആനിമൽ ഫാറ്റ്സോ സൾഫേറ്റ്സോ പാരബൻസോ അങ്ങനെ ഒന്നും ഇല്ലാത്ത കാരണം വളരെ നാച്ചുറൽ ആൻഡ് ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എസെൻഷ്യൽ ഓയിൽ ബ്ലെൻഡ്, ഫ്ലോറൽ എസെൻഷ്യൽ ഓയിൽ ബ്ലെൻഡ് ആണ് നമ്മൾ വാസനയ്ക്ക് വേണ്ടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു വാസനയുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഫേസ് തീരെ ഡ്രൈ ആക്കാത്ത വളരെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഋതുവിന്റെ മുരിങ്ങ സീക്രട്ട് എന്ന് പറയുന്ന ഫേസ് വാഷ്. രാഖി പുത്തെഴുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഋതു യൂസർ ഉണ്ട്. അത് മാത്രമല്ല എന്റെ ഹസ്ബൻഡിന്റെ വളരെ അടുത്തൊരു സുഹൃത്തും കോളേജ് മേറ്റും ഒക്കെയാണ്. അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മുഖത്തെ കറുത്ത പാടുകളും ബ്ലെമിഷസും പിഗ്മെന്റേഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് സിറം ചെയ്താൽ വളരെ നന്നായിരിക്കുന്നു. അപ്പൊ നിയാസിനാമൈഡ് വെച്ചിട്ടാണ് ഫേസ് സിറംസ് ചെയ്താൽ അതിന് നല്ല റിസൾട്ട്സ് കിട്ടുക. പക്ഷെ നിയാസിനാമൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് സിറംസിന്റെ ഒരു പ്രത്യേകത, അത് കൂടുതലും ഓയിൽ സോലുബിൾ ആയിട്ട്, അതായത് കുറച്ച് വിസ്കോസിറ്റി ഉള്ള രീതിയിൽ തിക്കായിട്ട് സെമി ഓയിൽ ബേസ്ഡോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓയിൽ ബേസ്ഡോ ആയിട്ടാണ് ഫേസ് ഓയിൽസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. കുറച്ച് വിസ്കസ് ആയിട്ടാണ് സാധാരണ നിയാസിനാമൈഡ് ബേസ് സിറംസ് ഇരിക്കുക. അപ്പൊ കുറച്ച് ഓയിലി ഫേസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതിന്റെ കാര്യം ശരിയാണ്, ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിച്ചാലും തരിതരിപ്പൊക്കെ വരുന്നു, അങ്ങനെ ഒരു ഇഷ്യൂ ഇത് ഈ രാഖി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ റെഡ് വൈൻ ആൻഡ് റോസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വൈൻ ആൻഡ് റോസസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറം. നിയാസിനാമൈഡ് ബേസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ്. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രേപ്പ് വൈനിന്റെ ഗുണങ്ങളും ഉണ്ട്, റോസ് വാട്ടറിന്റെ ഗുണങ്ങളും ഉണ്ട്, നിയാസിനാമൈഡും ഉണ്ട്. കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ്. ശരിക്കും വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുക. ഞാനത് കാണിച്ചു തരാം. ശരിക്കും കണ്ടോ, അങ്ങനെ കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈ കറുത്ത പാടുകൾ, അണീവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ, പ്രത്യേകിച്ച് ഇപ്പോ പീരിയഡ്സ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഈ ചീക്ക് ബോൺസിന്റെ താഴെ മിക്കവാറും സ്ത്രീകൾക്ക് ആക്നെ വരാറുണ്ട്. അതിന്റെ ആക്നെ മാർക്സ് പോകാൻ നല്ല ബുദ്ധിമുട്ടുമാണ്. അപ്പൊ പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു സിറോ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് വേറെയും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ, അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും ഇപ്പൊ പുറത്തൊക്കെ പോകുന്നവർക്ക് കരുവാളിപ്പ്, അതുപോലെ അണീവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ, അങ്ങനെയൊക്കെ കുറെ കോമൺ ആണ്. അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു നല്ല പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ശരിക്കും നല്ലൊരു ഫോർമുലേഷൻ ആണ് വൈൻ ആൻഡ് റോസസ് എന്ന് പറയുന്ന നമ്മുടെ ഫേസ് സിറം. മഞ്ഞുകാലം വന്ന സമയത്ത് എല്ലാവർക്കും ചുണ്ടില് ചാപ്സും അതുപോലെ ഡാർക്ക് ലിപ്സും പിഗ്മെന്റേഷനും നല്ലപോലെ വിണ്ടുപൊട്ടലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം, എപ്പോഴും ഒരു കളറുള്ള ഒരു ലിപ് ബാം ഇട്ടെങ്ങനെയാ പുറത്തേക്ക്. അത് ഈവൻ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കളറുള്ള ലിപ് ബാം വരുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. ഈ കളർ ചൂസ് ചെയ്യണോ, അതുപോലെ കളറുള്ള ലിപ് ബാം എല്ലാ ഒക്കേഷനിലും വെയർ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണമാണ് ഞാൻ കളർലെസ് ആയിട്ട് ലിപ് ബാം ഫോർമുലേറ്റ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത ബീസ് വാക്സ്, അതായത് തേൻമെഴുക്, മഞ്ചിഷ്ടാദി തൈലം മിക്സ് ചെയ്തേക്കുന്ന, ഷിയ ബട്ടറും കൂടെ ചെയ്തേക്കുന്ന വളരെ ഹാൻഡ് മെയ്ഡ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലിപ് ബാം. മഞ്ചിഷ്ട എന്നാണ് ലിപ് ബാമിന്റെ പേര്. കളർലെസ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, അതുകൊണ്ട് തന്നെ യൂണിസെക്സ് ആണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. ഇത് മൾട്ടിപർപ്പസ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊക്കെ മാറ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുന്ന സമയത്ത് അതിന്റെ ബേസ് ആയിട്ട് ഈ ലിപ് ബാം ആഡ് ചെയ്യും. അപ്പോ നേരിട്ടൊരു ഹാർഷ് ആയിട്ടുള്ള ഒരു ലിപ് കളർ ആഡ് ചെയ്യുന്ന അതിന്റെ ഒരു ഹാർഷ്നെസ് ഉണ്ടാവുമില്ല. അതുപോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ടിരുന്നിട്ട് പ്രൊട്ടക്ട് ചെയ്തോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ അതിന്റെ ബേസ് ആയിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം. നല്ലൊരു ഗ്ലോസ് ആയിട്ടും ഉപയോഗിക്കാം. നല്ല നമുക്ക് പിഗ്മെന്റേഷൻ ഒക്കെ മാറുന്ന കാര്യത്തിൽ നല്ല ട്രാൻസ്ഫോർമേഷൻ പിക്ചേഴ്സ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും ലിപ് ബാം. ഇതാണ് ഋതുവിന്റെ മഞ്ചിഷ്ട ലിപ് ബാം. ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരുപോലെ തന്നെ ഗുണവും ദോഷവുമായിട്ടുള്ള കാര്യം, കുറച്ച് നാൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട്സ് കിട്ടുക എന്നുള്ളതാണ്. സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന പോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ. അപ്പോൾ എന്നാലും നമ്മൾ പല തിരക്കുകളിൽ പെട്ട്, ഇപ്പൊ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലാണ് ഇന്ന് രാത്രിയാണ് നമ്മൾ ആലോചിക്കുക, അയ്യോ മുഖം ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള കംപ്ലീറ്റ്ലി ഹെർബൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ശരിക്കും നമ്മുടെ ഈ രണ്ട് പ്രോഡക്ട്സ്. ഇത് നമ്മുടെ ഷീറ്റ് മാസ്ക് ആണ്. ഷീറ്റ് മാസ്ക് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും.
സിറത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ടിഷ്യൂ മാസ്ക് ആണ്. ഇതിന്റെ പേര് ചെമ്പക എന്നാണ്. ചെമ്പകം പൂക്കുന്ന വാസനയാണ്. ചെമ്പകത്തിന്റെ എസെൻഷ്യൽ ഓയിൽ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഒപ്പം നാരങ്ങ എക്സ്ട്രാക്ട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സിക്ക് പലപ്പോഴും ഓറഞ്ചിന്റെ എക്സ്ട്രാക്ട് ആണ് കൂടുതൽ ഉപയോഗിച്ച് കാണാറുള്ളത്. നമ്മൾ ശരിക്കും നാരങ്ങയുടെ തന്നെ, ചെറുനാരങ്ങയുടെ തന്നെ എക്സ്ട്രാക്ട് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഇൻസ്റ്റന്റ് ഡീടാനിങ്, അതുപോലെ പെട്ടെന്ന് ഒരു കരുവാളിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനുള്ള ഒരു നല്ല പ്രോഡക്റ്റ് ആണ്. ഇതിൽ ഓൾറെഡി ഒരു ടിഷ്യൂ മാസ്ക് സോക്ക്ഡ് ആണ്, സിറത്തിൽ സോക്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഈ ഒരു എക്സ്ട്രാ മാസ്ക് കംപ്രസ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു കാരണം, നമ്മൾ പുറമേ നിന്ന് പലപ്പോഴും ഷീറ്റ് മാസ്ക് വാങ്ങുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാലും സിറം ബാക്കി ഉണ്ടാവും. നമ്മളിത് കയ്യിലോ കാലിലോ ഒക്കെ തേക്കും, അല്ലെങ്കിൽ ചുമ്മാ അത് മുഖത്ത് തന്നെ പുരട്ടി അത് വേസ്റ്റ് ആക്കും. അപ്പൊ ആ ഒരു വേസ്റ്റേജ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഷീറ്റ് മാസ്ക് വെച്ചിട്ട് ഒറ്റ ഒരു പാക്കറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തത്. അതാണ് ചെമ്പക, ഋതുവിന്റെ ചെമ്പക ഷീറ്റ് മാസ്ക്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് പ്രോഡക്റ്റ് നമുക്കുള്ളത് നമ്മുടെ ഫേഷ്യൽ ബോംസ് ആണ്. ഫേഷ്യൽ ബോംസ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ കോൺസെപ്റ്റ് തന്നെയാണ്. ഇത് ഡോക്ടർ ഫോർമുലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. റേഡിയൻസ് എന്നാണ് നമ്മൾ അതിന് പേരിട്ടേക്കുന്നത്. ചെറിയ ബോംസ് ആയിട്ടാണ് ഇതിനുള്ള 6 ബോംസ് ആണ് നമ്മുടെ ഒരു പാക്കറ്റിലുള്ളത്. 3 തരം ഫേഷ്യൽ ബോംസ് ആണ് നമുക്കുള്ളത്. ഒന്ന് മഞ്ചിഷ്ടാദിയാണ്. മഞ്ചിഷ്ടാദി ഒരു ഇൻസ്റ്റന്റ് സ്കിൻ ഗ്ലോ വരാനൊക്കെ വളരെ നല്ലതാണ്. 2 നീമാണ്, ആര്യവേപ്പ് ബേസ്ഡ് പിമ്പിൾ കൺട്രോൾ ആൻഡ് ഓയിൽ കൺട്രോളിനുള്ളത്. പിന്നെ ഷിയ ബട്ടർ, ഡ്രൈ സ്കിന്നുകാർക്ക് സ്കിൻ മോയിസ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഒരു ഫേഷ്യൽ ബോംബ്. അപ്പൊ ഇത് രണ്ടും വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് റിസൾട്ട്സ് തരുന്ന ഹെർബൽ ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്ട്സ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ സ്റ്റാർട്ട് ചെയ്ത ഒരു വെഞ്ചർ ആയിരുന്നു ഋതു ആർട്ടിസാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു വെഞ്ചർ. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ PhD ചെയ്യുന്ന ഡൽഹിയിലാണ്. അവിടുന്ന് രാജസ്ഥാനിലേക്ക് ഒരിക്കൽ ട്രിപ്പ് പോയി. അങ്ങനെ അവിടെ വെച്ച് അവിടുത്തെ ഒരു വീവർ വില്ലേജിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് മനസ്സിലാവുമായിരുന്നു അവർക്കൊന്നും അവർ ചെയ്യുന്ന ഒരു വർക്കിന്റെ വളരെ നല്ല എർത്തേൺ ആയിട്ടുള്ള ഡൈ ഉപയോഗിച്ച്, നല്ല പ്യുവർ കോട്ടൺ ഉപയോഗിച്ച് അവർ നല്ല ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഹോൾസെയിൽ ചെയ്തിട്ട് അവർ ഭയങ്കര വലിയ വിലക്കാണ് പുറമെ വലിയ ഷോപ്സിലൊക്കെ നമുക്ക് കിട്ടുക. പക്ഷെ അവർക്ക് അതിന്റെ ലാഭമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരിപ്പോഴും ഇവിടുന്ന് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അപ്പൊ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ കുറച്ച് ക്ലോത്ത്സ് നമ്മൾ ഇവിടെയുള്ള ആളുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കായിരുന്നു. അപ്പൊ അതിൽ ഋതുവിന്റെ മാർജിനൊക്കെ വളരെ ഒട്ടും ഇല്ലാന്ന് തന്നെ പറയാം. അവർക്ക് കൂടുതൽ മാർജിൻ ഉറപ്പാക്കിക്കൊണ്ട് ഒരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് വെഞ്ചർ പോലെ ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. നമ്മളിപ്പോഴും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഋതുവിന്റെ സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെഞ്ചർ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കോട്ടൺ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള എർത്തേൺ ഡൈ വെച്ചിട്ടുള്ള നാച്ചുറൽ ക്ലോത്തിങ് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ സ്റ്റാർട്ട് ചെയ്ത ഒരു വെഞ്ചറാണ് നമ്മുടെ നീം കോംസ്. ഇത് ഡൽഹിയിലെ ഒരു ആർട്ടിസൻ കമ്മ്യൂണിറ്റി, ഒരു വില്ലേജിൽ ചെയ്യുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ആര്യവേപ്പ് കൊണ്ടുള്ള, ഇതിന്റെ വാസന തന്നെ ഭയങ്കര രസമാണ്. നല്ല ആര്യവേപ്പിന്റെ വാസനയായിട്ടുള്ള ആര്യവേപ്പിന്റെ വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന നീം കോംസ് ആണിത്. അവര് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ ലോഗോ ഒക്കെ എൻഗ്രേവ് ചെയ്ത് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോ ആര്യവേപ്പിന്റെ ചീർപ്പ് ശരിക്കും പറഞ്ഞാൽ വളരെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കോംസ് ഉപയോഗിക്കുന്നതിനേക്കാളും എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വുഡൻ ആയിട്ടുള്ള അതിന്റെ കോംസ് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് 4 രീതിയിലാണ് കോംസ് ഉള്ളത്. ടെയിൽ കോംബ് ഉണ്ട്, ഷാംപൂ കോംബ് ഉണ്ട്, അതുപോലെ ബേർഡ് കോംബ് ഉണ്ട് പുരുഷന്മാർക്ക് താടിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പോക്കറ്റ് കോംസ് ഉണ്ട്, നമുക്ക് ബാഗ്സിലൊക്കെ വെച്ച് ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന രീതിയിൽ. അപ്പൊ ഇങ്ങനെ നീം കോംസും നമ്മൾ ആർട്ടിസാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വെഞ്ചറാണ്. നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണയുടെയും അതുപോലെ ഷാംപൂന്റെയും ഒക്കെ കൂടെ ഹെർബൽ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ കൂടെ ഉപയോഗിക്കാനുള്ള ഒരു സസ്റ്റൈനബിൾ ഗ്രൂമിംഗ് ആക്സസറി ആണ് നമ്മുടെ നീം കോംസ്. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ ഋതു ഹെയർ ആൻഡ് സ്കിന്നിന്റെ കോ ഫൗണ്ടർ ആണ്. നമ്മൾ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ 2 എടുത്തിരിക്കാം. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും. നമ്മളെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് കോവിഡിന് ശേഷമാണ്. അപ്പോൾ കോവിഡിന് മുമ്പ് എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരും കസ്റ്റമേഴ്സൊക്കെ ഷോപ്പുകളിൽ പോയിട്ടൊക്കെ മേടിക്കുക എന്നുള്ള ഒരു വേ ഓഫ് ഇതായിരുന്നു. പക്ഷേ ആഫ്റ്റർ കോവിഡ്, അതുപോലെ നോട്ട് നിരോധനത്തിന് ശേഷം എല്ലാവരും ടെക്നോളജിക്കലി ഡെവലപ്ഡായി എല്ലാവരും ഓൺലൈൻ പർച്ചേസിങ്ങിലേക്ക് മാറിയ ഒരു സമയമാണ്. അപ്പം നമ്മളുടെ ഇനീഷ്യൽ നമ്മൾ ലോഞ്ച് ചെയ്തത് ഓൺലൈൻ മോഡ് ഷോപ്പിംഗ് ആയിരുന്നു, സെയിൽസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക്, ആമസോൺ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ ഓൺലൈൻ മേഖലയിലും നമ്മൾ സെയിലിൻ്റെ പ്രൊമോഷൻസും ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം. അപ്പം നമ്മളുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഈ കസ്റ്റമേഴ്സ് മേടിച്ചിട്ട് അവർ തരുന്ന റിവ്യൂസ് ആണ്. അത് നമ്മൾ ടെസ്റ്റിമോണിയലൊക്കെ ആയിട്ട് ഈവൻ പിക് വീഡിയോ റിവ്യൂസ് ഉണ്ടാവും, പിക്കിൻ്റെ ഇതുണ്ടാവും, അല്ലാണ്ട് വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ടെസ്റ്റിമോണിയലാക്കിയിട്ട് അതാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ഡേ ബൈ ഡേ വന്നത്.
ഈ 3.5 വർഷത്തിനിടയ്ക്ക് ജസ്റ്റ് ഒരു 5 to 6 months ആയിട്ടുള്ളൂ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്. അതായത് മെറ്റ ആഡ്സും ഗൂഗിൾ ആഡ്സും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു 4 to 5 months ആയിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു 60 to 70% ഇപ്പോഴും നമ്മുടെ സെയിൽസ് വരുന്നത് ഓൺലൈൻ ഇതിലാണ്, ഓൺലൈൻ സെയിൽസ് ആണ്. ഒരു 20 to 30% നമ്മൾ എക്സിബിഷൻസ് കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ഫ്രീ മാർക്കറ്റ്സ് വരുമ്പോൾ നമ്മളൊക്കെ വീക്കെൻഡ്സിലൊക്കെ പോകും. തൃശ്ശൂരായാലും എറണാകുളം കോട്ടയാണെങ്കിലും നമ്മൾ 2 days വീക്കെൻഡ്സിലൊക്കെ നമ്മളങ്ങനെ ഇപ്പോൾ ഓണം സെയിൽസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഓരോ ഫ്രീ മാർക്കറ്റ്സും അതുപോലെ തന്നെ ഓരോ എക്സിബിഷൻസും കവർ ചെയ്യും. പിന്നെ നമ്മൾ ഓഫ്ലൈൻ മോഡ് തീരെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടില്ല. നമുക്ക് തൃശ്ശൂരിലും എറണാകുളത്തും അതുപോലെ ഈവൻ ബാംഗ്ലൂരും നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും ഒരു സൂപ്പർ മാർക്കറ്റ്സിലും ബ്യൂട്ടി പാർലറിലും അതുപോലെ തന്നെ 2-3 വേറെ ഓഫ്ലൈൻ മോഡ്സിലും നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. മെയിൻലി ഇപ്പോൾ തൃശ്ശൂരും എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്, ബാംഗ്ലൂരും ഉണ്ട്. നമ്മൾ പതിയെ ഈ വർഷത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പതിയെ നമ്മൾ ഓഫ്ലൈൻ മോഡ്സ് കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്ട്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയുടെ താഴെ പറയുന്നുണ്ട്. എങ്ങനെ കോൺടാക്ട് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഋതുപർണ www.rituparna.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. പിന്നെ ആമസോണിൽ പർണ ഋതു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിട്ടും. പിന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കിട്ടും. നമ്മൾ ഇന്ത്യൻ പോസ്റ്റലായിട്ട് നമ്മൾ ടൈപ്പ് ആണ്. നമ്മൾ ഇപ്പോൾ 2 രീതിയിലുണ്ട്. ഇപ്പോൾ സ്പീഡ് പോസ്റ്റും കിട്ടും, നോർമൽ പോസ്റ്റും കിട്ടും. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയക്കും, അല്ലാത്തവർക്ക് നമ്മൾ നോർമൽ പോസ്റ്റിൽ വഴി അയക്കും. അത് നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്, കേരളത്തിലും മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വരെ ടൈപ്പ് ആണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.